ആരോഗ്യ മേഖലയിലെ കുത്തക ഭീമന്റെ കച്ചവട താല്പര്യത്തിനായി ശനിയാഴ്ച എറണാകുളത്ത് നടക്കുന്ന നാഷണൽ ഹെൽത്ത് റിപ്പോർട്ടേഴ്സ് സമ്മിറ്റ് എന്ന തട്ടിപ്പ് പരിപാടിക്കായി എറണാകുളം പ്രസ് ക്ലബ്ബ് മുടക്കുന്നത് 10 ലക്ഷത്തോളം രൂപയാണ്. ഇതുകൊണ്ട് എറണാകുളം പ്രസ് ക്ലബ്ബ് അംഗങ്ങൾക്ക് 10 പൈസയുടെ ഗുണമില്ല എന്നിരിക്കെ ഇതിന് പിന്നിൽ ചരട് വലിക്കുന്നവരുടെ ലക്ഷ്യം യഥാർത്ഥത്തിൽ എന്താണ്? ആസ്റ്റർ മെഡിസിറ്റി എന്ന ആശുപത്രി കച്ചവടക്കാരന് തങ്ങളുടെ അവകാശവാദങ്ങൾ പുറമെ നാട്ടിലെ മാധ്യമ പ്രവർത്തകർക്ക് മുൻപാകെ അവതരിപ്പിക്കാൻ ഒരു വേദി, അതാണ് ഇന്ന് നടക്കുന്ന ഈ നാഷണൽ ഹെൽത്ത് റിപ്പോർട്ടേഴ്സ് സമ്മിറ്റ് തന്നെ. അത് അവരുടെ ബിസിനസ് താല്പര്യം. എന്നാൽ ഇക്കാര്യത്തിൽ യാതൊരു കാര്യവുമില്ലാതെ ലക്ഷങ്ങൾ മുടക്കി മുഖ്യ സ്പോൺസറുടെ റോളിൽ എറണാകുളം പ്രസ് ക്ലബ്ബ് അവതരിപ്പിക്കപ്പെടുന്നതിന് പിന്നിലെ രഹസ്യം എന്താണ്? 2 ദിവസമായി നടക്കുന്ന നാഷണൽ ഹെൽത്ത് റിപ്പോർട്ടേഴ്സ് സമ്മിറ്റിലേക്ക് സൗജന്യ വിമാന ടിക്കറ്റ് നൽകിയാണ് മറ്റു നാടുകളിൽ നിന്നുള്ള ജേർണലിസ്റ്റുകളെ എത്തിക്കുന്നത്. ആഡംബര ഹോട്ടലുകളിൽ താമസം, ആർഭാട ഭക്ഷണം, കൊച്ചി കായലിലും നഗരത്തിലുമായി ഉല്ലാസ യാത്ര, വിമാന ടിക്കറ്റ് അടക്കം എടുത്തു നൽകാനാണ് 10 ലക്ഷത്തോളം പ്രസ് ക്ലബ്ബ് മുടക്കുന്നത് എന്നറിയുമ്പോഴാണ് കൊച്ചിയിലെ മാധ്യമ പ്രവർത്തകർ ഞെട്ടിയത് തന്നെ. മറുനാട്ടിലെ മാധ്യമ പ്രവർത്തകരെ ലഹരിയിലൂന്നിയ ഉല്ലാസ സാഹചര്യം ഒരുക്കി കച്ചവട വ്യാപനം ഒരുക്കാൻ എറണാകുളം പ്രസ് ക്ലബ്ബ് എന്തിനാണ് ലക്ഷങ്ങൾ മുടക്കി കൂട്ടുനിൽക്കുന്നത്? ഇതുകൊണ്ട് പ്രസ് ക്ലബിനും സാധാരണ മാധ്യമ പ്രവർത്തകർക്കും യഥാർത്ഥത്തിൽ എന്താണ് നേട്ടം? എന്ത് മാനദണ്ഡ പ്രകാരമാണ് ഇതിനായി മാധ്യമ പ്രവർത്തകരെ തെരഞ്ഞെടുത്തത്? ഇതിന് പിന്നിൽ ഉണ്ട് എന്ന് പറയപ്പെടുന്ന നിഗൂഢ ലക്ഷ്യങ്ങൾ നാളുകളിൽ മറന്നീക്കി പുറത്തു വരുമ്പോൾ അതിന്റെ പാപഭാരം സാധാരണ മാധ്യമ പ്രവർത്തകർ പോലും ഏറ്റുവാങ്ങേണ്ടി വരില്ലേ? നാഷണൽ ഹെൽത്ത് റിപ്പോർട്ടേഴ്സ് സമിറ്റിയിലേക്ക് ക്ഷണിക്കപ്പെടുമ്പോൾ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി വീണ ജോർജ് ഒഴിഞ്ഞു മാറിയത് ഇതുകൊണ്ടൊക്കെ തന്നെയുണ്ട്. അവസാനം സമാപന പരിപാടിയിൽ പങ്കെടുക്കാമെന്നേറ്റ പ്രതിപക്ഷ നേതാവ് VD സതീശനെ തെറ്റിദ്ധരിപ്പിച്ചത് ആരാണ്? ആസ്റ്ററിനെ കൂടാതെ പേരിനൊരു ആശുപത്രിയെ കൂട്ടി സമ്മിറ്റിന്റെ ഭാഗമായി ഉൾപ്പെടുത്താൻ പ്രസ് ക്ലബ്ബ് നേതൃത്വത്തിലെ കച്ചവട താല്പര്യക്കാർ ഇണഞ്ഞു ശ്രമിച്ചിട്ടും നടക്കാതെ പോയത് എന്തുകൊണ്ടാണ്? എറണാകുളം പ്രസ് ക്ലബ്ബുമായി വർഷങ്ങളായി മികച്ച രീതിയിൽ സഹകരിക്കുന്ന മറ്റ് ആശുപത്രി അധികൃതരെല്ലാം ഒഴിഞ്ഞു മാറിയത് നിഗൂഢ താല്പര്യങ്ങൾ തിരിച്ചറിഞ്ഞതാണ് എന്നുള്ള പ്രചാരണത്തിന്റെ പൊരുൾ എന്താണ്? സമ്മിറ്റ് നടക്കുന്ന ആഡംബര ഹോട്ടലിൽ ടിക്കറ്റ് നൽകി പറഞ്ഞു കൊണ്ടുവന്ന മാധ്യമ പ്രവർത്തകർക്ക് അത്യാഡംബര വിരുന്ന് നേരാനേരം ഒരുക്കുമ്പോൾ നോക്കി നിൽക്കാൻ പോലും വന്നു പോകരുത് എന്നാണ് തൊഴിലാളി വർഗ നേതാക്കളുടെ തിട്ടൂര. ഉദ്ഘാടന ചടങ്ങിനെത്തി റിപ്പോർട്ട് ചെയ്യണമെന്ന കൽപ്പനയുണ്ട്. ഫുഡ് കഴിക്കാൻ നിൽക്കരുത്, നിന്നിട്ട് കാര്യവുമില്ല. പിന്നെ പിറ്റേന്ന് വൈകിട്ടത്തെ സമാപന ചടങ്ങ് റിപ്പോർട്ട് ചെയ്യാൻ മാത്രമേ കണ്ണിൽ കാണാവൂ എന്നും ജില്ലാ സെക്രട്ടറി ഏമാന്റെ കൽപ്പനയുണ്ട്. ശനിയാഴ്ച രാത്രിയിൽ സംഗീത വിസ്മയം ഒരുക്കി പ്രശസ്ത ബാൻഡിന്റെ പാട്ടും ആട്ടവും തകർപ്പൻ ഫുഡും. സാധാരണക്കാരായ അംഗങ്ങൾ 7 അയലത്ത് വന്നേക്കരുത് എന്ന് തമ്പ്രാന്റെ കല്ലേ പിളർത്തുന്ന കൽപ്പനയുമുണ്ട്. പരിഷ്കാരി ആശുപത്രി കച്ചവട വർഗത്തിന് സാധാരണ മാധ്യമ പ്രവർത്തകരെ പിടിക്കില്ല അത്രേ. ലക്ഷങ്ങൾ മുടക്കുന്നതോ പ്രസ് ക്ലബ്ബുമാണ്. സെക്രട്ടറി സാർ, ഇതൊരു തൊഴിലാളി വർഗ പ്രസ്ഥാനമോ അതോ ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയോ? സംശയം കൊണ്ട് ചോദിച്ചു പോകുന്നതാണ്. തിരഞ്ഞെടുക്കപ്പെട്ട ട്രഷററെ ഭീഷണിപ്പെടുത്തി ചെക്കുകളിൽ ഒപ്പുവെച്ചാണ് കച്ചവട താല്പര്യാർത്ഥം ലക്ഷങ്ങൾ പ്രസ് ക്ലബ്ബ് ഒഴുക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം ഞെട്ടിപ്പിക്കുന്നത് തന്നെയാണ്. പിന്നിൽ ഇതിനായി കളമൊരുക്കുന്നത് നോമിനേറ്റ് ചെയ്യപ്പെട്ട ജില്ലാ കമ്മിറ്റി അംഗമാണ് എന്നതും നാണിപ്പിക്കുന്നത് തന്നെയാണ്. ഈ അഭിനവ നേതാവ് കൊച്ചിയിൽ പ്രധാന PROമാരിൽ ഒരാളാണ് എന്നുള്ളതും ഇടനില കച്ചവട താല്പര്യങ്ങളിൽ കാഞ്ഞ പുള്ളിയാണ് എന്നുള്ളതും ചേർത്ത് വായിക്കുമ്പോഴാണ് എറണാകുളം പ്രസ് ക്ലബിലെ സാധാരണക്കാരായ അംഗങ്ങളുടെ തലയെണ്ണി നടത്തുന്ന നിഗൂഢ സമ്മിറ്റ് കടുത്ത ആശങ്കപ്പെടുന്നത്. എന്റെ തല എന്റെ ഫുൾഫുർഗർ നിലപാടുകാരനായ സെക്രട്ടറി ഇദ്ദേഹത്തിന് പതിവ് പോലെ പോസ്റ്ററിൽ പടം വരാൻ വേണ്ടി മാത്രമാണ് ലക്ഷങ്ങൾ വാരി വിതറി ആസ്റ്റർ മെഡിസിറ്റി എന്ന ആരോഗ്യ കച്ചവട ഭീമന്റെ ബിസിനസ് ഡെവലപ്മെന്റ് സമ്മിറ്റിന് സ്പോൺസറുടെ റോളിൽ പ്രസ് ക്ലബിനെ അവതരിപ്പിച്ച് നാണം കെടുത്തിയത് എന്ന് വിശ്വസിക്കാൻ പ്രയാസം തന്നെയാണ്. ഇതിന് പിന്നിലെ സാമ്പത്തിക അഴിമതിയും വീതം വെപ്പിലെ കൊടും ചതിയും പുറത്തു വരേണ്ടത് തന്നെയാണ്. ഇന്നല്ലെങ്കിൽ നാളെ അവ എത്രയും പുറത്ത് വരിക തന്നെ ചെയ്യും.